ഇപ്പൊ നമുക്ക് മോഷൻ അണ്ടർ ഗ്രാവിറ്റി സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. വൺ ഡയമെൻഷണൽ മോഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വരാറുള്ള ഒരു മേഖലയാണ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി. ഇവിടെ മോഷൻ അണ്ടർ ഗ്രാവിറ്റി നമ്മൾ ഉദ്ദേശിക്കുമ്പോ ഇറ്റ് ഈസ് മൂവിംഗ് അണ്ടർ ദി ഇഫക്ട് ഓഫ് ഓൺലി ഗ്രാവിറ്റി. സോ മോഷൻ അണ്ടർ ദി ഇഫക്ട് ഓഫ് ഓൺലി ഗ്രാവിറ്റി, under the effect of only gravity near the surface of Earth. എർത്തിന്റെ സർഫസിന് അടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. ഒരുപാട് ദൂരെ പോയാൽ എന്താ പ്രശ്നം? If you are moving very far away from the surface of Earth, then acceleration due to gravity may vary. അല്ലെ, എർത്തിന്റെ സർഫസിന് അടുത്ത് എല്ലായിടത്തും ഒരേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് അസ്യൂം ചെയ്യാം. അടുത്തെന്ന് പറയുമ്പോൾ എർത്തിന്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ഡിസ്റ്റൻസ് ആണ്. അതായത് 6400 കിലോമീറ്റർ ആണ് എർത്തിന്റെ റേഡിയസ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഡിസ്റ്റൻസ് ആയിരുന്നു. അതായത് 1-2 കിലോമീറ്റർ വരെയൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എയർ റെസിസ്റ്റൻസോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നില്ല. വിൻഡിന്റെ ഇഫക്റ്റോ കോറിയോളിസ് ഫോഴ്സസോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. വി കൺസിഡർ ഓൺലി ദി ഇഫക്ട് ഓഫ് ഗ്രാവിറ്റി. ഇപ്പൊ ഗ്രാവിറ്റിയുടെ ഇഫക്റ്റിലാണ് നമ്മൾ ഒരു ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നിങ്ങൾ നന്നായിട്ടൊന്ന് പരിചയപ്പെടണം. ഓക്കെ, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണെങ്കിൽ അതിന് കിട്ടുന്ന ആക്സിലറേഷനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയാം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ജി ആണ്. ജി എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇറ്റ്സ് വാല്യൂസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഇസ് ഡൗൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻ ടു ദി സെന്റർ ഓഫ് എർത്ത്. ഓക്കെ, അപ്പൊ ജി എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ആണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇങ്ങനെ ചോദിക്കരുത് ജിയുടെ വാല്യൂ പ്ലസ് 9.8 ആണോ മൈനസ് 9.8 ആണോ എന്ന് ചോദിക്കരുത് എന്നോട്. ജി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ആണ്. എർത്ത് കൊടുക്കുന്ന ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ ജി എന്ന് പറയുന്നത്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അത് പ്ലസ് ജി എടുക്കുമോ മൈനസ് ജി എടുക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോ ഗ്രാവിറ്റിയുടെ ഇഫക്റ്റിൽ മൂവ് ചെയ്യുന്ന ഏതൊരു ബോഡിക്കും അതിന്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. എങ്ങോട്ടായിരിക്കും? ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നേരെ താഴേക്ക്. മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ താഴേക്ക്. ഇനി അത് പ്ലസ് ജി എടുക്കുമോ മൈനസ് ജി എടുക്കുമോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ടെക്നിക്കാണ് ഇപ്പോൾ പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ 2 അപ്രോച്ച് ഉപയോഗിക്കാറുണ്ട്. അപ്രോച്ച് നമ്പർ 1 ആൻഡ് അപ്രോച്ച് നമ്പർ 2. 2 അപ്രോച്ച് ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഈ 2 അപ്രോച്ച് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്രോച്ച് നമ്പർ 1 ആൻഡ് അപ്രോച്ച് നമ്പർ 2. അപ്പൊ ഞാൻ പറഞ്ഞു ഏതൊരു സിറ്റുവേഷനും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അതിൽ ഡയറക്ഷൻ, വൺ ഡയമെൻഷണൽ മോഷനിലെ സിറ്റുവേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഡയറക്ഷൻ ആദ്യം ചൂസ് ചെയ്യും. ഏതാണ് പോസിറ്റീവ് ഡയറക്ഷൻ, ഏതാണ് നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഏതാണ് പോസിറ്റീവ് ഡയറക്ഷൻ, ഏതാണ് നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ പ്രധാനമായിട്ടും 2 ഡയറക്ഷൻസ് ആണുള്ളത്. ഒന്ന് അപ്വേർഡ് ഡയറക്ഷനും 2 ഡൗൺവേർഡ് ഡയറക്ഷൻ, മുകളിലേക്കും താഴേക്കും. ഇങ്ങനെ ചരിഞ്ഞു പോകുന്നത് നമ്മൾ ഈ ചാപ്റ്ററിലല്ല, അടുത്ത ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. എന്തായാലും മുകളിലേക്കും താഴേക്കും ഉള്ള 2 പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ അപ്വേർഡ് ഡയറക്ഷന് ഒരു സൈനും ഡൗൺവേർഡ് ഡയറക്ഷൻ ഒരു സൈനും കൊടുക്കാം. ഞാനിവിടെ അപ്വേർഡ് ഡയറക്ഷന് പോസിറ്റീവ് കൊടുക്കുകയാണ്, ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് സൈൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മുടെ ഇഷ്ടമാണ് ഇങ്ങനെ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മുകളിലേക്കുള്ള വെക്ടേഴ്സിനെല്ലാം പോസിറ്റീവ് സൈൻ കൊടുക്കുക, താഴേക്കുള്ള വെക്ടേഴ്സിനെല്ലാം നെഗറ്റീവ് സൈനും കൊടുക്കുക. മുകളിലേക്കുള്ള എല്ലാ വെക്ടേഴ്സിനും പോസിറ്റീവ് സൈൻ, താഴേക്കുള്ള എല്ലാ വെക്ടേഴ്സിനും നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പൊ നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാല് എപ്പോഴും ജി ഡൗൺവേർഡ്സ് ആണ്. ശ്രദ്ധിക്കണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് എ കോൺസ്റ്റന്റ് ഓൾവേസ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കോൺസ്റ്റന്റ് ആക്സിലറേഷന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാറുള്ളത്, അല്ലെ? അപ്പൊ അതെപ്പോഴും താഴേക്ക് തന്നെയാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി ബോഡി. ബോഡി മുകളിലേക്ക് മൂവ് ചെയ്താലും താഴേക്ക് മൂവ് ചെയ്താലും സൈഡിലേക്ക് മൂവ് ചെയ്താലും എല്ലാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്ക് തന്നെയാണ്. There is no doubt, there has to be no doubt about that. Okay, so ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് ജി അല്ലേ? അതെ, ജി ആണ്. താഴേക്കുള്ള എല്ലാ വെക്ടറിനും നമ്മൾ മൈനസ് സൈൻ അല്ലേ കൊടുക്കുന്നത്? ഈ ഒരു അപ്രോച്ച് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതെ. സോ എ ഇസ് ഈക്വൽ ടു മൈനസ് ജി. അപ്പൊ ഇക്വേഷൻ എന്ത് മാറ്റം വരും? വി ഇസ് ഈക്വൽ ടു യു മൈനസ് ജി ടി വരും. എക്ക് വരും മൈനസ് ജി. ബാക്കിയുള്ള ആൾക്കാർക്ക് വിയും യുവും എസും ഒക്കെ എങ്ങോട്ടാണെന്ന് നോക്കി മുകളിലേക്കാണെങ്കിൽ പ്ലസും താഴേക്കാണെങ്കിൽ മൈനസ് സൈനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കൊടുത്താൽ മതി. ഇപ്പൊ കൊടുക്കേണ്ട കാര്യമില്ല. എസ് ഇസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആകും. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gs. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്നാൽ രണ്ടാമത്തെ അപ്രോച്ചില്
നേരെ തിരിച്ചാണ്. ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് പോസിറ്റീവ് എടുക്കുന്നത്, അപ്വേർഡ് ഡയറക്ഷൻ ആണ് നെഗറ്റീവ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ താഴേക്കുള്ള എല്ലാ വെക്ടേഴ്സിനും നമ്മൾ പോസിറ്റീവ് സൈൻ കൊടുക്കണം. താഴേക്കുള്ള എല്ലാ വെക്ടേഴ്സും ആക്സിലറേഷൻ താഴേക്കാണ്, സോ താഴേക്കാണ്, ഇതുകൊണ്ട് പ്ലസ് ജി കൊടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്ത് മാറ്റം വരും? v is equal to u plus gt, s is equal to ut plus half gt square, v square is equal to u square plus 2gs. ഇതിൽ രണ്ടെണ്ണത്തിൽ ഏത് ഉപയോഗിക്കണം? ഏത് വേണോ ഉപയോഗിക്കാം. പക്ഷെ ഒരു കാര്യം, ഒരു പ്രോബ്ലമിന് നമ്മളൊരു കൺവെൻഷൻ ചൂസ് ചെയ്താൽ, ഒരു അപ്രോച്ച് ചൂസ് ചെയ്താൽ പിന്നെ അത് തന്നെ ഉപയോഗിക്കണം. അല്ല ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ നിൽക്കരുത്, കൺഫ്യൂഷൻ ആവും. നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് ഇത് ഏത് വേണോ ഉപയോഗിക്കാം. അല്ലാതെ ബോഡി മുകളിലോട്ട് പോകുമ്പോൾ ഇത് ഉപയോഗിക്കണം, താഴോട്ട് വരുമ്പോൾ ഇത് ഉപയോഗിക്കണം, അങ്ങനെ യാതൊരു നിർബന്ധമില്ല. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്, നമ്മൾ ആദ്യം ബോഡിയെ മുകളിലേക്കാണ് എറിയുന്നതെങ്കിൽ ഈ അപ്രോച്ച് ഉപയോഗിക്കുന്നത് കൺവീനിയന്റ് ആയിരിക്കും. ബോഡി താഴേക്കാണ് എറിയുന്നതെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കാറുള്ളത് സാധാരണ രീതിയിൽ. അപ്പൊ താഴേക്കാണ് എറിയുന്നത്, താഴേക്കാണ് ബോഡി പോകുന്നതെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഓക്കെ, എന്ന് കരുതി ഇത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നല്ല, രണ്ട് അപ്രോച്ച് ഉപയോഗിച്ചാലും എക്സാക്ട്ലി സെയിം വാല്യൂ തന്നെ നമുക്ക് ഉത്തരങ്ങളിൽ കിട്ടും. പക്ഷെ ചെയ്യേണ്ട കാര്യം, ഒരു അപ്രോച്ച് ഒരു പ്രോബ്ലമിന് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോബ്ലമിൽ മുഴുവൻ ആ ഒരു അപ്രോച്ച് തന്നെ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോ നമുക്ക് ഓരോരോ സിറ്റുവേഷൻസ് ആയിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം, എന്നാലേ ഇതിന്റെ അപ്രോച്ച് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവുള്ളൂ, എങ്ങനെ അപ്രോച്ച് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ഓരോരോ സിറ്റുവേഷൻ ആയിട്ട് നോക്കാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് we are going to look at the case of free fall from rest. ഓക്കെ, ഫ്രീ ഫോൾ ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹൈറ്റിൽ നിന്ന് നമ്മളൊരു ബോഡിയെ താഴേക്ക് ഇടുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹിയർ ദ ബോഡി ഈസ് ഇനിഷ്യലി അറ്റ് റെസ്റ്റ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ബോഡി ഇവിടെ നിന്ന് ബോഡി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് നമുക്കൊന്ന് നോക്കാം. യു ക്യാൻ സീ എ ബോഡി ഓവർ ഹിയർ അല്ലെ. ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ബോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് ഇനിഷ്യൽ വെലോസിറ്റി ഇസ് 0 അല്ലെ. റെസ്റ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇറ്റ് ഈസ് ബീങ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h. ഈ ഒരു ടേബിളിലേക്കാണ്. അപ്പൊ ടേബിളിന്റെ ലെവൽ നമുക്ക് ഗ്രൗണ്ട് ലെവൽ ആയിട്ട് എടുക്കാം. ഓക്കെ, നൗ ഇറ്റ് ഈസ് ബീങ് ഡ്രോപ്ഡ് ഫ്രം റെസ്റ്റ്. റെസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ബോഡിയെ ഡ്രോപ്പ് ചെയ്യാണ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇറ്റ് ഈസ് മൂവിങ് ഡൗൺവേർഡ്സ്, എന്നിട്ട് താഴെ വന്നിരിക്കുന്നു. ഇതാണ് സിറ്റുവേഷൻ, ശരിയല്ലേ? മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു, അത് നേരെ താഴേക്ക് വരുന്നു. അപ്പൊ അങ്ങനെ താഴേക്ക് വരുമ്പോഴുള്ള അതിന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി, ആക്സിലറേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പോ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന്, നമ്മൾ ഇതിനകത്ത് ഏത് അപ്രോച്ച് ആണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഏത് അപ്രോച്ച് നമ്മൾ ഇവിടെ ഉപയോഗിക്കും? ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ബോഡിയുടെ വെലോസിറ്റി താഴേക്കാണ് അല്ലെ, വെലോസിറ്റി താഴേക്കാണ്, ആക്സിലറേഷൻ താഴേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാണ്. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, അതിനുശേഷം താഴേക്കല്ലേ. അപ്പൊ എല്ലാ വെക്ടേഴ്സും താഴേക്കാണ് അല്ലെ. എല്ലാ വെക്ടേഴ്സും താഴേക്കാണെങ്കിൽ ഏത് അപ്രോച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്? ഡൗൺവേർഡ് ഡയറക്ഷൻ പോസിറ്റീവും അപ്വേർഡ് ഡയറക്ഷൻ നെഗറ്റീവും എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം കൂടുതൽ വെക്ടേഴ്സും താഴേക്കാണ് അല്ലെ, അതെടുക്കുന്നതായിരിക്കും നല്ലത്. കൺവീനിയന്റ് അതായിരിക്കും, തിരിച്ചെടുത്താലും തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ എന്ത് ചെയ്യും? ബോഡി താഴേക്ക് വരും. അങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി നമുക്കറിയാം. ഇനിഷ്യൽ വെലോസിറ്റി u is equal to 0. ആക്സിലറേഷൻ എത്രയാണ്? ഇനിഷ്യൽ വെലോസിറ്റി u is equal to 0. ആക്സിലറേഷൻ a എത്രയാണ്? g. പ്ലസ് ജി ആണോ മൈനസ് ജി ആണോ? പ്ലസ് ജി, കാരണം താഴേക്കുള്ളതാണ് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ബോഡി ഇവിടെ നിന്ന് താഴേക്ക് വരികയാണ്. ഇപ്പൊ ഇടയ്ക്കുള്ള ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റ് നമ്മൾ എടുത്ത് നോക്കിയാൽ ബോഡി ഇനിഷ്യലി ഇത് ഇവിടെ ആയിരുന്നു അല്ലെ. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അത് ഇവിടെ എത്തി, ശരിയല്ലേ? അപ്പൊ അതിനൊരു വെലോസിറ്റി ഉണ്ടാവില്ലേ? ആ വെലോസിറ്റി ടി ടൈം കഴിഞ്ഞപ്പോൾ അത് ഇവിടെ എത്തി. ഓക്കെ, ടി ടൈമിലെത്തി. അതിന്റെ വെലോസിറ്റി ഇപ്പൊ v ആണെന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കവർ ചെയ്ത് വന്ന ഡിസ്റ്റൻസ്, അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് നമുക്ക് y എന്ന് വിളിക്കാം. എന്താണ്? ടി ടൈം കൊണ്ട് അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് y ആണ്. കുഴപ്പമില്ലല്ലോ, ടി ടൈം കൊണ്ട് കവർ ചെയ്ത ഡിസ്റ്റൻസ് y ആണ്. അപ്പോൾ അത് അറ്റൈൻ ചെയ്ത വെലോസിറ്റി v ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? v is equal to u plus gt. u 0 അല്ലേ, സോ gt എന്ന് പറയാം അല്ലെ. y എങ്ങനെ കണ്ടുപിടിക്കാം? y is equal to ut plus half at square. a ക്ക് പകരം g ആണ്, സോ ഇറ്റ് ഇസ് half gt square. അപ്പൊ റെസ്റ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ബോഡി, റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബോഡി ഗ്രാവിറ്റിയുടെ ഇഫക്റ്റിൽ മൂവ് ചെയ്താൽ, റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബോഡി ഗ്രാവിറ്റിയുടെ ഇഫക്റ്റിൽ മൂവ് ചെയ്താൽ ടി ടൈമിൽ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? half gt square. ടി ടൈം കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? ഇറ്റ് ഇസ് vt. മനസ്സിലാവുന്നുണ്ടല്ലോ? കുഴപ്പമില്ലല്ലോ. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അപ്പൊ ആ ഒരു ഐഡിയ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടേണ്ടത്. അപ്പൊ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പൊ ഇവിടെ y ഡിസ്റ്റൻസ് അത് കവർ ചെയ്യുന്നു, ശരിയല്ലേ? സോ v is equal to gt, y is equal to half gt square. ഇത് നമുക്കറിയാം. അതുപോലെ Sn ന്റെ ഇക്വേഷൻ എന്താണ്? Sn is equal to
u0 ആണ്. സോ g/2 ഇൻറ്റു a/2 ന് പകരം g/2 ആണ് ഇൻറ്റു 2n-1. എന്താണ് Sn? ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ്. അപ്പൊ S1 എങ്ങനെ കണ്ടുപിടിക്കുക? S1 is equal to g/2 into 2n-1, 2 into 1 minus 1, that is 1. S2 എങ്ങനെ കണ്ടുപിടിക്കുക? S2 is equal to g/2 into 2 into 2 minus 1, 3. S3 എത്ര? S3 is equal to g/2 into 2 into 3, ഇവിടെ S3 ആണ്, 3 minus 1, that is 5 g/2. സോ റേഷ്യോ എത്രയാണ്? S1 is to S2 is to S3 എത്രയാണ്? ഇറ്റ് ഇസ് ഇൻ ദ റേഷ്യോ 1:3:5. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ? റെസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബോഡി കോൺസ്റ്റന്റ് ആക്സിലറേഷനിൽ വരികയാണെങ്കിൽ ഇറ്റ്സ് ദി ഡിസ്റ്റൻസസ് കവേർഡ്, ഡിസ്പ്ലേസ്മെന്റ്സ് കവേർഡ് ഇൻ കൺസിക്യൂട്ടീവ് ഈക്വൽ ടൈം ഇന്റർവൽസ് ആർ ഇൻ ദ റേഷ്യോ 1:3:5 എന്നുള്ള കാര്യം ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് നമുക്കിവിടെ ആപ്ലിക്കബിൾ ആണെന്ന് പറയാം. കുഴപ്പമില്ലല്ലോ, മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. യൂസ്ഫുൾ കാര്യങ്ങളാണ് ഇതൊക്കെ, നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ കോൺസെപ്റ്റ്സ് നമുക്ക് ഒരുപാട് പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യാൻ പറ്റാറുണ്ട്. ഓർത്തോളാം. ഓക്കെ, അപ്പൊ ഇത് ഡ്രോപ്പ് ചെയ്ത സമയത്ത് ടി സമയം കഴിഞ്ഞിട്ടുള്ള വെലോസിറ്റിയും അതുപോലെ ടി സമയം കഴിയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നു, വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് എ കേസ് or we are going to find the time taken by the body to reach the ground. ബോഡി താഴെ എത്താൻ എടുക്കുന്ന സമയം, അതുപോലെ താഴെ എത്തുമ്പോൾ ഉള്ള സ്പീഡ്, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ദ ടൈം ടേക്കൺ, ടൈം ഓഫ് ഫോൾ എന്നാണ് നമ്മൾ വിളിക്കുക. ടൈം ഓഫ് ഫോൾ എന്നും പറയും. അല്ലെങ്കിൽ we will take and we will also consider the speed with which it is going to hit the ground. താഴെ വന്നിരിക്കാൻ പോകുന്ന സ്പീഡ്, അത് നമുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ the body is dropped from a particular height. അല്ലെ, എത്ര സമയം കൊണ്ടാണ് താഴെ എത്തുന്നത് അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. So here you can see that the body is dropped from this height over here. അല്ലെ, അതായത് ഇവിടെ നിന്നാണ് നമ്മുടെ ബോഡി ഡ്രോപ്പ് ചെയ്യുന്നത്. This is the ground. ഇത് ഇപ്പൊ ഒരു ടേബിളിന്റെ പുറത്താണ്. നമ്മൾ ഇതിനെ ഇപ്പൊ ഗ്രൗണ്ട് ലെവൽ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ ബോഡി നേരെ താഴേക്ക് വീഴുന്നത് ഇറ്റ് ഇസ് അലോങ് ദിസ് ലൈൻ. ഈ ഒരു ലൈനിലൂടെയാണ് ബോഡി എന്ത് ചെയ്യുന്നത്? താഴേക്ക് വീഴുന്നത്. ശരിയല്ലേ? അപ്പൊ ഇത് താഴെ എത്തുമ്പോഴത്തേക്ക്, താഴെ എത്താൻ എടുക്കുന്ന സമയമാണ് ടി എന്ന് പറയുന്നത്. താഴെ എത്തുമ്പോഴത്തേക്ക് അതിന്റെ സ്പീഡ്, താഴെ എത്തി ഇടിച്ചതിന് ശേഷമല്ല, ഇടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അതിന്റെ സ്പീഡ് നമ്മൾ v0 എന്ന് പറയാണ്. സോ ദിസ് ബോഡി ഇസ് കമ്മിങ് ഡൗൺ, അത് നേരെ താഴേക്ക് വരുന്നു ആൻഡ് ഇറ്റ് ഇസ് ഹിറ്റിംഗ് ദി ഗ്രൗണ്ട്. ശരിയല്ലേ? അപ്പൊ ആ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന സ്പീഡ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ എന്തായാലും അത് h ഹൈറ്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. സോ ദിസ് ഹൈറ്റ് ഇസ് h. ശരിയല്ലേ? h ഹൈറ്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം when it reaches the ground, when the body reaches the ground, okay, ബോഡി ഗ്രൗണ്ടിൽ എത്തുമ്പോൾ what is the displacement? ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എന്താണ്? h ആണ്. ടൈമിന്റെ വാല്യൂ എന്താണ്? ക്യാപിറ്റൽ T ആണ്. അല്ലെ? അപ്പൊ നമുക്ക് ഏത് ഫോർമുല ഉപയോഗിക്കാം? y is equal to half gt square എന്ന് പറയുന്ന ഫോർമുല നമുക്ക് ഉപയോഗിക്കാമല്ലോ. y is equal to half gt squareൽ yക്ക് പകരം നമ്മൾ ക്യാപിറ്റൽ h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ക്യാപിറ്റൽ h is equal to half g into ക്യാപിറ്റൽ T സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്താൽ t is equal to root of 2h by g എന്ന് കിട്ടും. എന്താണ്? root of 2h by g. കുഴപ്പമില്ലല്ലോ, ഈ ഫോർമുല ഓർത്ത് വെക്കുക. The time taken to reach the ground is proportional to h. It is independent of the mass of the body. ബോഡി എത്ര ഹെവി ആണെങ്കിലും എത്ര ലൈറ്റ് ആണെങ്കിലും ഇറ്റ് വിൽ ടേക്ക് ദി സെയിം ടൈം ഫോർ ഇറ്റ് ടു റീച്ച് ദി ഗ്രൗണ്ട്. ഓക്കെ, അപ്പോ അതൊന്ന് മനസ്സിലാക്കണം. അതുപോലെ താഴെ വന്നിരിക്കുന്ന സ്പീഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം when it reaches the ground, നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. v square is equal to u square. u 0 ആണ്. 2as എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ ഇവിടെ a ക്ക് പകരം g ആണ്, ഡിസ്പ്ലേസ്മെന്റിന് പകരം s ആണ് അല്ലെങ്കിൽ y ആണ്. v square is equal to 2gy എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പൊ താഴെ വന്നിരിക്കുമ്പോൾ വെലോസിറ്റി v0 ആണ്. v0 square is equal to 2g into താഴെ വന്നിരിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് is h. So we can say v0 is equal to square root of 2gh. ബോഡി താഴെ ഇടിക്കുന്ന സ്പീഡ് എത്രയാണ്? റൂട്ട് ഓഫ് 2gh. താഴെ വന്നിരിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഇറ്റ് ഇസ് റൂട്ട് ഓഫ് 2h by g. താഴെ വന്നിരിക്കുന്ന സ്പീഡ് റൂട്ട് ഓഫ് 2gh, താഴെ വന്നിരിക്കാനുള്ള സമയം റൂട്ട് ഓഫ് 2h by g. Here also you can see that the speed with which it hits the ground is independent of the mass of the body and we can say it is proportional to the square root of height. അല്ലെ? അപ്പം ഹെവി ബോഡി ആണെങ്കിലും ലൈറ്റ് ബോഡി ആണെങ്കിലും താഴെ വന്നിരിക്കുന്ന സ്പീഡ് സെയിം ആയിരിക്കും. അതിന്റെ മൊമെന്റം ഡിഫറെന്റ് ആയിരിക്കും, കാരണം മാസ് വേറെ ആണെങ്കിൽ, പക്ഷെ സ്പീഡ് സെയിം ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ശ്രദ്ധിക്കുക. നമ്മൾ ഫ്രീ ഫോൾ ഫ്രം റെസ്റ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്, അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ, അനദർ കേസ് ഓഫ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി. മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ അടുത്തൊരു കേസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ അടുത്ത കേസ് വെർട്ടിക്കൽ പ്രൊജക്ഷൻ ആണ്.
what do we mean by vertical projection? Vertical projection നമ്മളൊരു ബോഡിയെ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി കൊടുത്ത് മുകളിലേക്ക് എറിയാണ്. ഇൻ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഒരു ബോഡിയെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു യു എന്ന് പറയുന്ന വെലോസിറ്റി കൊടുത്ത് മുകളിലേക്ക് എറിയുന്നു. ഇറ്റ് ഇസ് ട്രാവലിംഗ് അപ്പ്, നേരെ മുകളിലേക്ക് പോകുന്നു, എന്നിട്ട് അതുപോലെ തിരിച്ചു വരുന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ഒരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുക്കുന്നു. ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആകുകയാണ്. അതിനുശേഷം അതുവരെ ബോഡി മുകളിലേക്ക് പോകുന്നു, അതിനുശേഷം ബോഡി താഴേക്ക് വരുന്നു. ബോഡി മുകളിലേക്ക് പോയ അതേ പാത്തിലൂടെയാണ് താഴേക്ക് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി രണ്ടായിട്ട് വരച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ദ ബോഡി ട്രാവൽസ് അലോങ് ദി എക്സാക്ട് സെയിം പാത്ത് ത്രൂ വിച്ച് ഇറ്റ് ഇസ് ട്രാവലിംഗ് അപ്വേർഡ്സ്. അപ്പൊ ആ സിറ്റുവേഷൻ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ഹിയർ യു ക്യാൻ സീ എ ബോഡി ഓവർ ദർ, അല്ലെ? ഒരു ബോഡി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ ഒരു ടേബിളിന്റെ മുകളിൽ നമ്മളൊരു ബോഡി, ഒരു ടേബിൾ, ഓക്കെ, ഗ്രൗണ്ട് ലെവൽ ഏതെങ്കിലും ഒരു റെഫറൻസ് ലെവലിന്റെ മുകളിൽ നമ്മളൊരു ബോഡി വെക്കുന്നു. ഈ ബോഡിയെ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ഒരു മുകളിലേക്ക് ഒരു ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്ത് നമ്മൾ ഇതിനെ മുകളിലേക്ക് എറിയാൻ പോവാണ്. ഓക്കെ, യു എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്ത് നമ്മൾ ഇതിനെ മുകളിലേക്ക് എറിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും കാണുക? ആസ് ഇറ്റ് മൂവ്സ് അപ്വേർഡ്സ്, മുകളിലേക്ക് പോവാണ്. യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് 0 ആൻഡ് അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് velocity is decreasing and at the topmost point it is just becoming 0. അല്ലെ? ബോഡി ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. at the topmost point its velocity is just 0. നേരെ മുകളിലേക്ക് പോയി. at the topmost point its velocity is just 0 and what happens afterwards? after that it begins to move downwards. അല്ലെ? നേരെ താഴേക്ക് വരികയാണ് and it reaches the ground. ഇത്രയേ ഉള്ളൂ സംഗതി. നേരെ മുകളിലേക്ക് പോകുന്നു, മുകളിലേക്ക് പോയിട്ട് അത് എന്ത് ചെയ്യുന്നു? തിരിച്ചു താഴെ വരുന്നു. അപ്പൊ ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്കൊന്ന് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. സോ ശ്രദ്ധിക്കുക, അപ്പൊ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു ആണ്, അല്ലെ? ദ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോഡി ഇസ് യു ആൻഡ് ഇറ്റ് ഇസ് ട്രാവലിംഗ് അപ്വേർഡ്സ്. ആസ് ഇറ്റ് ഇസ് ട്രാവലിംഗ് അപ്വേർഡ്സ് ഇറ്റ് സ്പീഡ് ഇസ് ഡിക്രീസിംഗ്, വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ അതിന്റെ സ്പീഡ് വെലോസിറ്റി 0 ആകുകയാണ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ കം ബാക്ക് അലോങ് ദി എക്സാക്ട് സെയിം പാത്ത്. അതേ പാത്തിലൂടെ തന്നെയാണ് ബോഡി തിരിച്ചു വരുന്നത്, അല്ലാതെ മുകളിലേക്ക് പോകുന്നതും താഴേക്ക് വരുന്നതും വേറെ വേറെ പാത്തിൽ അല്ല. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഒരു ജനറൽ പോയിന്റ് എടുത്തു നോക്കാം. ലെറ്റ്സ് കൺസിഡർ എ ജനറൽ പോയിന്റ് ഓവർ ഹിയർ. ടി എന്ന് പറയുന്ന ടൈമിൽ ഒരു പോയിന്റ് എടുത്താൽ ദി വെലോസിറ്റി ഓഫ് ദ ബോഡി അറ്റ് ദാറ്റ് പോയിന്റ് ഇസ് വി. ഓക്കെ, ദിസ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് വൈ. ഇനി കൂടുതൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മൾ ഏത് അപ്രോച്ചാണ് ഉപയോഗിക്കുന്നത് എന്ന് ആദ്യമേ തീരുമാനിക്കണം. അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നമ്മൾ ഇപ്പോഴേ തീരുമാനിക്കണം. എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്? ഞാനിവിടെ അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ടും ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് ആയിട്ടും എടുത്തു. നേരത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? അപ്വേർഡ് ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവ് ആയിട്ടും ഡൗൺവേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ടാണ് എടുത്തത്. ഈ കേസിൽ നമ്മൾ രണ്ടാമത്തെ അപ്രോച്ച് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇനിഷ്യലി ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ മുകളിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് ആണെങ്കിൽ, ഇവിടെ നമുക്ക് പറയാം ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് ആണ് എങ്കിൽ ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും? ആക്സിലറേഷൻ a is equal to -g ആയിരിക്കും, അല്ലെ? ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് ആണെങ്കിൽ ആക്സിലറേഷൻ എത്രയാ? ആക്സിലറേഷൻ -g ആണ്. കാരണം ആക്സിലറേഷൻ താഴേക്കല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ വാട്ട് ഇസ് v? എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ള വെലോസിറ്റി v നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? v is equal to u minus gt. y ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഡിസ്പ്ലേസ്മെന്റ് is equal to ut minus half gt square. മുകളിലേക്കല്ലേ എറിയുന്നത്? ഇപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി പോസിറ്റീവ് ആണ്, പക്ഷെ ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. y is equal to ut minus half gt square. വേണമെങ്കിൽ v square is equal to u square minus 2gy എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇക്വേഷൻസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാക്സിമം ഹൈറ്റ് എത്രയാണ്, ടൈം ഓഫ് അസെന്റ് എത്രയാണ്, ടൈം ഓഫ് ഡിസെന്റ് എത്രയാണ്. അപ്പൊ ഇവിടെ എയർ റെസിസ്റ്റൻസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തില്ലെങ്കിൽ മുകളിലേക്ക് എറിയുന്ന അതുപോലെ തന്നെയായിരിക്കും താഴേക്ക് വരിക. മുകളിലേക്ക് എറിയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ താഴെ എത്തുമ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് വെലോസിറ്റി -u ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് അസെന്റ്, ടൈം ഓഫ് ഡിസെന്റ്. അപ്പൊ ആദ്യം നമുക്ക് ടൈം ഓഫ് അസെന്റ് കണ്ടുപിടിച്ച് നോക്കാം. ടൈം ഓഫ് അസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലേക്ക് പോകാൻ എടുക്കുന്ന സമയമാണ്, അല്ലെ? അപ്പൊ ടൈം ഓഫ് അസെന്റ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മുകളിലേക്ക് പോകാൻ എടുക്കുന്ന സമയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒരു ബോഡി നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു, മുകളിലേക്ക് പോകുന്നു. അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഇറ്റ്സ് വെലോസിറ്റി 0, അല്ലെ? അപ്പൊ ഇവിടെ വെലോസിറ്റി 0 ആണ്. ടൈം എത്രയാണ്? ടൈം ഇസ് ടൈം ഓഫ് അസെന്റ്. അപ്പൊ നമുക്ക് പറയാം എത്ര സമയം കൊണ്ടാണ് വെലോസിറ്റി 0 ആകുന്നത്? v is equal to u minus gt എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല, അല്ലെ? v is equal to u minus gt.
ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആവും. സോ 0 is equal to u മൈനസ് ജി ഇൻറ്റു ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ടൈം ഓഫ് അസെന്റ് ആണ്. സോ നമുക്ക് പറയാം ടൈം ഓഫ് അസെന്റ് is equal to u by g. അല്ലെ, യു സ്പീഡിൽ ഒരു ബോഡിയെ മുകളിലേക്ക് എറിഞ്ഞാൽ അത് മുകളിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? ടൈം ഓഫ് അസെന്റ്, ദാറ്റ് ഇസ് u by g. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ടൈം ഓഫ് ഫ്ലൈറ്റ് എങ്ങനെയാണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ബോഡി എത്ര സമയം കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തുന്നത്? നമ്മൾ എറിഞ്ഞ് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ബോഡി തിരിച്ചെത്തുന്നത്, അല്ലെ? സോ വെൻ t is equal to time of flight, when t is equal to capital T, ടൈം എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് കഴിയുമ്പോഴത്തേക്ക് ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാവും? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി 0 ആവല്ലേ? t is equal to time of flight കഴിയുമ്പോൾ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0. കാരണം എറിഞ്ഞ അതേ പോയിന്റിലേക്ക് തിരിച്ചെത്തിയില്ലേ? എറിഞ്ഞ അതേ പോയിന്റിലേക്ക് ബോഡി തിരിച്ചെത്തുന്നുണ്ട്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കും. y is equal to ut minus half gt square എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കും, അല്ലെ? അപ്പൊ y യുടെ വാല്യൂ എത്രയാണ്? 0 into ut minus half g capital T square. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. t ക്യാൻസൽ ആവും. t ക്യാൻസൽ ചെയ്താൽ we will get t is equal to 2u by g. ഓക്കെ, t is equal to 2u by g എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്കിവിടെ ഉപയോഗിക്കാം. യൂസ്ഫുൾ ഇക്വേഷൻ ആണ്. അപ്പൊ ടൈം ഓഫ് അസെന്റ് എന്ന് പറഞ്ഞാൽ നേരെ മുകളിലേക്ക് പോകാൻ എടുക്കുന്ന സമയം u by g ആണ്. മുഴുവൻ മുകളിലേക്ക് പോയി താഴെ വരാൻ എടുക്കുന്ന സമയം 2u by g ആണ്. അപ്പൊ ടൈം ഓഫ് ഡിസെന്റ് എന്തായിരിക്കും? താഴേക്ക് വരാൻ എടുക്കുന്ന സമയം പറഞ്ഞേ. ടൈം ഓഫ് ഡിസെന്റ് എങ്ങനെയായിരിക്കും? ടൈം ഓഫ് ഡിസെന്റ് is equal to ടോട്ടൽ ടൈം മൈനസ് ടൈം ഓഫ് അസെന്റ്, ദാറ്റ് ഇസ് u by g itself. അതായത് മുകളിലേക്ക് വരാൻ എടുക്കുന്ന അതേ സമയം തന്നെയാണ് താഴേക്ക് വരാനും എടുക്കുന്നത്. മുകളിലേക്ക് വരാൻ u by g, താഴേക്ക് വരാൻ u by g, ആകെ 2u by g. കുഴപ്പമില്ലല്ലോ. ഇവിടെ ശ്രദ്ധിക്കണം, മോഷൻ അണ്ടർ ഗ്രാവിറ്റി ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ റെസിസ്റ്റൻസ്. എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത കേസിലാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് രണ്ടും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുക. ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും ഒക്കെ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുക. എയർ റെസിസ്റ്റൻസ് ഇല്ലാത്ത കേസസിലാണ്. എയർ റെസിസ്റ്റൻസിലുള്ള കേസ് പറഞ്ഞുതരാം. ഇനി മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം, അല്ലെ? ഇതാണ് മാക്സിമം ഹൈറ്റ്. ഈ മാക്സിമം ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. v square is equal to u square minus 2gy എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെ? v square is equal to u square minus 2gy എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണ്, അല്ലെ? വെലോസിറ്റി 0 ആണ്. u square minus 2g into y എന്താണ്? y is h. ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ yക്ക് പകരം നമുക്ക് h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിംപ്ലിഫൈ ചെയ്താൽ h is equal to u square by 2g. h എന്താണ്? u square divided by 2g. അപ്പൊ മനസ്സിലാക്കണം, ഒരു വെർട്ടിക്കൽ പ്രൊജക്ടൈലിന്റെ കേസിൽ നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്താൽ ടൈം ഓഫ് അസെന്റ് u by g, ടൈം ഓഫ് ഡിസെന്റ് u by g, ടൈം ഓഫ് ഫ്ലൈറ്റ് 2u by g, മാക്സിമം ഹൈറ്റ് u square divided by 2g. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്, ഓർത്ത് വെക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു ഇമ്പോർട്ടന്റ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് പറയാം. ഇപ്പൊ ഇവിടെ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റും ഹൈറ്റും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെ? ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് is equal to 2u by g. ഇതൊക്കെ നോട്ട് ചെയ്തോണേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് u is equal to gt by 2 എന്ന് പറഞ്ഞൂടെ? u is equal to gt by 2 എന്ന് പറയാം. അപ്പോ എന്നിട്ട് ഹൈറ്റ് u square by 2g ആണ്, അല്ലെ? അപ്പൊ ഹൈറ്റിനെ നമുക്ക് 1 by 2g into u square, അല്ലെ? u square വരെ നമുക്ക് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ g square t square by 4 എന്ന് വരും. or h is equal to 1 by 8 gt square. അപ്പോ മാക്സിമം ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. h is equal to 1 by 8 gt square. എന്താണ്? മാക്സിമം ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും തമ്മിലുള്ള റിലേഷൻ. എന്താണ് പറഞ്ഞത്? മാക്സിമം ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും തമ്മിൽ നമുക്ക് ഈ റിലേഷൻ ഉപയോഗിക്കാം. h is equal to 1 by 8 gt square. ഉദാഹരണത്തിന് ടൈം ഓഫ് ഫ്ലൈറ്റ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറയാണ്, ഒരു ബോഡി നമ്മൾ മുകളിലേക്ക് എറിഞ്ഞിട്ട് 5 സെക്കൻഡ് കൊണ്ട് താഴെ എത്തി. അങ്ങനെയാണെങ്കിൽ എത്ര ഹൈറ്റിലേക്ക് പോയി? എങ്ങനെ കണ്ടുപിടിക്കാം? ഡയറക്റ്റ് u കണ്ടുപിടിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഫോമിൽ ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾ കുറെ കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞ് കളിക്കുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റിലേക്ക് എറിഞ്ഞതെന്ന് ചോദിച്ചാൽ അടിയായി. കാരണം ഹൈറ്റ് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ നോക്കിയിട്ട്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യുക? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗമുണ്ട്. ആരെറിഞ്ഞതാണ് ഏറ്റവും കൂടുതൽ സമയം കഴിഞ്ഞിട്ട് തിരിച്ചെത്തുന്നത്? ഏറ്റവും കൂടുതൽ സമയം കഴിഞ്ഞിട്ട് തിരിച്ചെത്തുന്നത് ആരുടെയാണോ അയാളാണ് ഏറ്റവും ദൂരെ ഏറ്റവും ഹൈറ്റിലേക്ക് എത്തുന്നത്. ഇനി വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് പറയാം. നമ്മളിവിടെ ഈ ഒരു പ്രൊജക്ടൈലിന്റെ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണ് എങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നമ്മുടെ ബോഡി മുകളിലേക്ക് പോവാണ്, അത് കഴിഞ്ഞിട്ട് അതുപോലെ താഴേക്ക് വരുന്നു, അല്ലെ? മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു.
ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്താ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ പോയിന്റിലൂടെ എത്ര തവണ ഈ ബോൾ കടന്നു പോകുന്നുണ്ട്? ഈ പോയിന്റിലൂടെ എത്ര തവണ ഈ ബോൾ കടന്നു പോകുന്നുണ്ടെന്ന് നോക്കാം. 1, വീണ്ടും 2, അല്ലെ? സോ ദർ ആർ 2 ഇൻസ്റ്റൻസ് ഓഫ് ടൈം അറ്റ് വിച്ച് ദ ബോൾ പാസസ് ത്രൂ ദിസ് പോയിന്റ്, അല്ലെ? നമ്മുടെ ബോള് ഈ പോയിന്റ് കടന്നു പോകുന്ന 2 ടൈം ഇൻസ്റ്റൻസ് ഉണ്ട്. ആ 2 ടൈം ഇൻസ്റ്റൻസിനെ നമുക്ക് T1 T2 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ T1 ഉം T2 തമ്മിലുള്ള റിലേഷൻ നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് സിറ്റുവേഷൻ? എന്താണ്? നമ്മൾ ഒരു ബോഡിയെ യു വെലോസിറ്റിയിൽ മുകളിലേക്ക് എറിഞ്ഞു. യു വെലോസിറ്റിയിൽ മുകളിലേക്ക് എറിഞ്ഞ ഈ ബോഡി ഒരു പോയിന്റ് ഈ പോയിന്റ് പാസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തിരിച്ചു വരുമ്പോഴും ആ പോയിന്റ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എറിയുന്ന സമയം T is equal to 0 ആണ്. മുകളിലേക്ക് പോകുമ്പോൾ ആ പോയിന്റ് പാസ് ചെയ്യുന്ന സമയം T1, തിരിച്ച് താഴേക്ക് വരുമ്പോൾ ആ പോയിന്റ് പാസ് ചെയ്യുന്ന സമയം T2. ഓക്കെ, മുകളിലേക്ക് പോകുമ്പോൾ ആ പോയിന്റ് പാസ് ചെയ്യുന്ന സമയം T1 ഉം താഴേക്ക് വരുമ്പോൾ പാസ് ചെയ്യുന്ന സമയം T2 ആണ്. അതായത് ഇവിടെ നിന്ന് ഇതുവരെ പോകാൻ എടുക്കുന്ന സമയം T1, ഇവിടെ നിന്ന് മുകളിലേക്ക് പോയിട്ട് കറങ്ങി തിരിച്ചു വരാൻ എടുക്കുന്ന സമയം T2. അല്ലാതെ ഇതല്ല T2, ഇതല്ല T2. പിന്നെ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു ട്രാവൽ ഫ്രം ദിസ് പോയിന്റ് ടു ഓൾ ദ വേ അറൌണ്ട് ഹിയർ. ഓക്കെ, സോ ദാറ്റ് ഇസ് T2. അങ്ങനെയാണെങ്കിൽ ആ T1 ഉം T2 ഉം തമ്മിലുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ഇത് H ആണ് കേട്ടോ, ദിസ് ഇസ് H. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ T1 ഉം T2 ഉം തമ്മിൽ ഒരു ചെറിയ റിലേഷൻ ഉണ്ട്. എന്താണ്? ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആ റിലേഷൻ പറയാണ്. ഇത്രയും സമയം ഇവിടെ നിന്ന് ഇതുവരെ എടുക്കാനുള്ള സമയമാണ് T2, അല്ലെ? ഇവിടെ നിന്ന് ഇതുവരെ വരാനുള്ള സമയമാണ് T2. ഇവിടെ നിന്ന് ഇതുവരെ വരാനുള്ള സമയം T1 ആണ്, അല്ലെ? അതായത് 0-ൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് H വരെ വരാനുള്ള സമയം T1. അപ്പൊ H ൽ നിന്ന് ഗ്രൗണ്ട് വരെ പോകാനുള്ള സമയം എത്രയായിരിക്കും? T1 ആയിരിക്കില്ലേ? ഒന്നുകൂടെ പറയാം. 0-ൽ നിന്ന് H വരെ വരാൻ എടുക്കുന്ന സമയം T1 ആണ്, ആണല്ലോ. അപ്പൊ അതേ ഹൈറ്റിൽ നിന്ന് ഗ്രൗണ്ട് വരെ പോകാൻ എടുക്കുന്ന സമയം T1 ആയിരിക്കും. കാരണം മുകളിലേക്കുള്ള മോഷനും താഴേക്കുള്ള മോഷനും സിമെട്രിക് ആണ്. ഓക്കെ, അപ്പോ ഇത് മുഴുവൻ T2 ആണ്, ഇത് T1 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ T1 + T2 എന്തായിരിക്കും? T1 + T2 is equal to ടൈം ഓഫ് ഫ്ലൈറ്റ്. ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഒരു ബോഡി നമ്മൾ എറിഞ്ഞു, ഇറ്റ് ഈസ് അറ്റ് സെയിം ഹൈറ്റ് അറ്റ് 2 ഡിഫറെന്റ് ഇൻസ്റ്റൻസ് ആഫ്റ്റർ ഇറ്റ് ഇസ് പ്രൊജക്ട് ചെയ്തതിനു ശേഷം ഒരേ ഹൈറ്റിൽ 2 ഇൻസ്റ്റൻസിൽ വരുന്നുണ്ടെങ്കിൽ ആ 2 ടൈം ഇൻസ്റ്റൻസ് കൂടെ കൂട്ടിയാൽ നമുക്ക് അവിടുത്തെ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. മാത്തമാറ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാം. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് ആ സം ഓഫ് ദ റൂട്ട്സ് എടുത്താൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇപ്പൊ ഇവിടെ ഞാനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതുകയാണെന്ന് വിചാരിക്കാം. H is equal to ut minus half gt² എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതായത് T ടൈമിൽ H ഹൈറ്റിലാണെന്നാണ് ഇതിന്റെ അർത്ഥം, അല്ലെ? ഒന്ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2h is equal to 2ut minus gt² എന്ന് കിട്ടും. ഓർ gt² minus 2ut plus 2h is equal to 0 എന്ന് കിട്ടും. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ 2 റൂട്ട്സ് ആണ് T1 ഉം T2. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ 2 റൂട്ട്സ് ആണ് T1 ഉം T2. അപ്പൊ T1 + T2 ആഡ് ചെയ്താൽ സം ഓഫ് ദ റൂട്ട്സ് ആണ്. സം ഓഫ് ദ റൂട്ട്സിന്റെ ഫോർമുല എന്താണ്? -b/a. ഇതാണ് b. സോ -b എന്ന് പറഞ്ഞാൽ 2u/a. എക്ക് പേരും g ആണുള്ളത്. സോ സം ഓഫ് ദ റൂട്ട്സ് T1 + T2 is equal to 2u/g. T1 + T2 is equal to t. ഇത് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സാധനങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, തൽക്കാലം കുഴപ്പമില്ല. പക്ഷേ ഈ റിസൾട്ട് അറിഞ്ഞിരിക്കണം. ഒരു ബോഡി ഒരേ ഹൈറ്റിൽ 2 ഡിഫറെന്റ് ടൈം ഇൻസ്റ്റൻസിൽ വരുന്നുണ്ടെങ്കിൽ അത് 2 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ക്യാപിറ്റൽ T ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. അതുപോലെ ആ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. H is equal to എത്ര ഹൈറ്റിലാണ് അത് എത്തുന്നതെന്ന് ചോദിച്ചാൽ H is equal to ½ g T1 T2. ഈ ഫോർമുല ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ ഒരു ബോഡി നമ്മൾ പ്രൊജക്ട് ചെയ്തു. 8 സെക്കൻഡിലും അല്ലെങ്കിൽ 2 സെക്കൻഡിലും 8 സെക്കൻഡിലും ബോഡി ഒരേ പൊസിഷനിലാണെന്ന് പറയാണ്. ബോഡി ഈസ് പ്രൊജക്റ്റഡ് at 2 seconds and 8 seconds. ബോഡി ഈസ് അറ്റ് ദ സെയിം പൊസിഷൻ എന്ന് പറയുകയാണെങ്കിൽ കണ്ണു വരച്ച് മനസ്സിലാക്കണം ടൈം ഓഫ് ഫ്ലൈറ്റ് 2 + 8 10 seconds ആണ്. അതായത് എക്സാമ്പിൾ പറയാണ്, ഇഫ് T1 is equal to 2 seconds, T2 is equal to 8 seconds. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ തന്നിട്ടുണ്ട് 8 സെക്കൻഡിലും 2 സെക്കൻഡിലും ഒരേ പൊസിഷൻ ആണെങ്കിൽ മനസ്സിലാക്കണം ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് 10 seconds ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടിയ പിന്നെ ബാക്കി എല്ലാം കിട്ടി. ഇനിഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാം, മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാം, എല്ലാം കണ്ടുപിടിക്കാം. H എങ്ങനെ കണ്ടുപിടിക്കുക? H is equal to ½ എത്ര ഹൈറ്റിലാണ് അത് ആ ഒരു 2 ടൈം ഇൻസ്റ്റൻസിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് ½ g T1 T2 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോളൂ, മനസ്സിലാക്കാം. നൗ അനദർ പോയിന്റ്, വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ഇവിടെ എല്ലാം നമ്മൾ എയർ റെസിസ്റ്റൻസ് നെഗ്ലക്ട് ചെയ്തിട്ടാണ് ചെയ്തത്. ഇഫ് എയർ റെസിസ്റ്റൻസ് ഇസ് ഓൾസോ കൺസിഡേർഡ്, ഇഫ് എയർ റെസിസ്റ്റൻസ് ഇസ് കൺസിഡേർഡ്, അതിന്റെ ഒരു ഫോർമുലയും കൂടെ പറയാം. ഇഫ് വി കൺസിഡർ എയർ റെസിസ്റ്റൻസ്, അതായത് ഒരു ബോഡി മുകളിലേക്ക് പോവാണ്,
പിന്നെ താഴേക്ക് വരും. ഇപ്പൊ മുകളിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റി താഴേക്കുണ്ട്, എയർ റെസിസ്റ്റൻസ് കാരണം അതിനൊരു അഡീഷണൽ ആക്സിലറേഷൻ കൂടി താഴേക്ക് കിട്ടും എന്ന് വിചാരിക്കാം. മുകളിലോട്ട് പോകുമ്പോൾ എയർ റെസിസ്റ്റൻസ് താഴേക്കാണല്ലോ, അപ്പൊ അത് കാരണം ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. ബോഡി താഴേക്കാണ് വരുന്നതെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും താഴേക്ക് തന്നെയാണ്, പക്ഷെ എയർ റെസിസ്റ്റൻസ് കാരണം കിട്ടുന്ന ആക്സിലറേഷൻ മുകളിലേക്കായിരിക്കും. എയർ റെസിസ്റ്റൻസ് എപ്പോഴും വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ മുകളിലേക്ക് പോയാൽ എയർ റെസിസ്റ്റൻസ് താഴേക്ക് ആക്ട് ചെയ്യും അല്ലെ. നമ്മുടെ മോഷനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് എയർ റെസിസ്റ്റൻസിന്റെ ജോലി. ഈ ഇങ്ങനെ ഒരു കേസ് വരുന്നുണ്ട്, ഒരു കോൺസ്റ്റന്റ് എയർ റെസിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എ എന്താണ്? എ ഇസ് ദി റിട്ടാർഡേഷൻ, കോൺസ്റ്റന്റ് റിട്ടാർഡേഷൻ പ്രൊവൈഡഡ് ബൈ എയർ. ഇങ്ങനത്തെ കേസസ് വരികയാണെങ്കിൽ ഡയറക്റ്റ് ഒരു ഫോർമുല പറയാം. ഈ കേസിൽ ടൈം ഓഫ് അസെന്റ് ഇസ് ഗോയിങ് ടു ബി ലെസ് ദാൻ ടൈം ഓഫ് ഡിസെന്റ്. ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും ഈക്വൽ ആവില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ മാത്രം എന്ത് ചെയ്യാം? അവിടെ ടൈം ഓഫ് അസെന്റിന്റെ ഫോർമുല ഇതാണ്. ടൈം ഓഫ് അസെന്റ് ഇസ് ഈക്വൽ ടു യു ബൈ ജി പ്ലസ് എ. ടൈം ഓഫ് ഡിസെന്റിന്റെ ഫോർമുല ഇറ്റ് ഇസ് യു ബൈ റൂട്ട് ഓഫ് ജി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഇതിന്റെ ഡെറിവേഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെറിവേഷൻ തൽക്കാലം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്ന് പ്രത്യേകം ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ല, സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. എന്തായാലും ഇവിടെ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ ഇത്രയും ലെങ്ത് ഡെറിവേഷൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സ്പെഷ്യൽ കേസാണ്, സാധ്യത കുറവാണ് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. ബട്ട് സ്റ്റിൽ എങ്ങാനും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈം ഓഫ് അസെന്റിന്റെയും ടൈം ഓഫ് ഡിസെന്റിന്റെയും ഒക്കെ ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം, അത് നല്ലതാണ്. ഓക്കെ.